ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ചാണ്. പ്രപഞ്ചത്തിലെ മഹാസംഭവങ്ങളിലൊന്നാണ് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം. രക്ഷകനെ സംബന്ധിച്ചിടത്തോളം പുനരുത്ഥാനം ഒരു അനിവാര്യതയാണ്. ക്രൂശിൽ മരിച്ച വ്യക്തി ഒരിക്കലും രക്ഷകനാകുകയില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കാതിരുന്നുവെങ്കിൽ യഹൂദന്മാരുടെ പരിഹാസം സാർത്ഥകമാകുമായിരുന്നു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചുവല്ലോ, ദൈവം തെരഞ്ഞെടുത്ത ക്രിസ്തുവെങ്കിൽ തന്നെത്താൻ രക്ഷിക്കട്ടെ എന്ന് പ്രധാനികളും പരിഹസിച്ചു പറഞ്ഞു. ലൂക്കോസ് 23:35. യായിറോസിൻ്റെ മകൾ, നയീനിലെ വിധവയുടെ മകൻ, ലാസർ എന്നിവരെ യേശുക്രിസ്തു ഉയർപ്പിച്ചു. ഇവ പുനർജീവപ്രാപ്തിയല്ലാതെ പുനരുത്ഥാനമായിരുന്നില്ല. സാധാരണ മനുഷ്യരെ പോലെ അവർ മരണത്തിന് വീണ്ടും വിധേയരായി. എന്നാൽ ക്രിസ്തുവാകട്ടെ നിദ്ര കൊണ്ടവരിൽ നിന്നും ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റു. 1 കൊരിന്ത്യർ 15:20. ഇനി നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ തെളിവുകളാണ്. ഒന്നാമത്തെ തെളിവെന്ന് പറയുന്നത് ഒഴിഞ്ഞ കല്ലറയാണ്. അകത്ത് കടന്നാറെ കർത്താവായ യേശുവിൻ്റെ ശരീരം അവർ കണ്ടില്ല. ലൂക്കോസ് 24:3. പുനരുത്ഥാനത്തെ സംബന്ധിച്ച 2 കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധേയമാണ്. ഒന്നാമതായി, കല്ലുരുട്ടി മാറ്റുന്നതിന് മുമ്പ് തന്നെ പുനരുത്ഥാനം ചെയ്ത ശരീരം കല്ലറ വിട്ട് കഴിഞ്ഞിരുന്നു. ജീവന്റെ കർത്താവായ ക്രിസ്തുവിനെ പുറത്തുവിടാൻ വേണ്ടിയല്ല കല്ലുരുട്ടി മാറ്റിയത്. പ്രത്യുത സ്ത്രീകളെയും ശിഷ്യന്മാരെയും അകത്ത് പ്രവേശിപ്പിക്കുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരാഭാവത്തിനും പുനരുത്ഥാനത്തിനും അവർ സാക്ഷികളാകുവാനും വേണ്ടിയായിരുന്നു. തുറന്ന കല്ലറയ്ക്ക് കാവൽക്കാരും സ്ത്രീകളും സാക്ഷികളായിരുന്നു. കല്ലറ മുദ്ര വെച്ചപ്പോൾ ശരീരം അതിനകത്തുണ്ടായിരുന്നു. എന്നാൽ മുദ്ര പൊട്ടിച്ചപ്പോൾ യേശുവിൻ്റെ ശരീരം ഇല്ലായിരുന്നു. രണ്ടാമതായി, മർക്കോസും ലൂക്കോസും ഒഴിഞ്ഞ കല്ലറയെക്കുറിച്ച് പറയുന്ന ഭാഗം ശ്രദ്ധേയമാണ്. മർക്കോസിൻ്റെ വിവരണത്തിൽ യേശുവിൻ്റെ ശരീരം വെച്ച സ്ഥലം ദൂതൻ ചൂണ്ടിക്കാണിക്കുന്നതായി വിവരിക്കുന്നു. മർക്കോസ് 16:6. പത്രോസ് കല്ലറയ്ക്കൽ ഓടിച്ചെന്ന് കുനിഞ്ഞു നോക്കി തുണി മാത്രം കണ്ട് ആശ്ചര്യപ്പെട്ടതായി ലൂക്കോസ് എഴുതിയിട്ടുണ്ട്. 24:12. ശിഷ്യന്മാർ മറ്റൊരു കല്ലറയ്ക്കരികെ ചെന്നുവെന്നും വെള്ളവസ്ത്രം ധരിച്ച ഒരു യുവാവ് അവൻ ഇവിടെയില്ല, അതായത് അവൻ മറ്റൊരു കല്ലറയിലാണ് എന്ന് പറഞ്ഞെന്നും നിഷേധികൾ വാദിക്കുന്നുണ്ട്. ഇത് വെറും ഊഹം മാത്രമാണ്. ശരിയായ കല്ലറ ശത്രുക്കളും മിത്രങ്ങളും ഇത്ര വേഗം മറന്നു പോവുക അസംഭവ്യമാണ്. ശിഷ്യന്മാർ ആദ്യ പ്രസംഗം തന്നെ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൽ ഊന്നിയപ്പോൾ അത് നിഷേധിക്കുവാൻ വേണ്ടി അധികാരികൾ യേശുവിൻ്റെ ശരീരം കണ്ടെത്തുവാൻ കഠിന പരിശ്രമം നടത്തുമായിരുന്നു എന്നത് കേവല സത്യം മാത്രമാണ്. ഒഴിഞ്ഞ കല്ലറയ്ക്ക് 3 സാധ്യതകൾ ഉണ്ടാകാം. 1, യേശുവിൻ്റെ മിത്രങ്ങൾ ശരീരം എടുത്തുകൊണ്ടുപോയി. 2, ശത്രുക്കൾ ശരീരം തട്ടിക്കൊണ്ടുപോയി. 3, യേശു ഉയർത്തെഴുന്നേറ്റു. ഇതിലാദ്യത്തേത് ചിന്തിക്കുവാൻ പോലും പ്രയാസമാണ്. ശിഷ്യന്മാരുടെ മനസ്സിൽ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് ഒരു ചിന്തയുമില്ലായിരുന്നു. യേശു മരിച്ച വെള്ളിയാഴ്ച ദിവസം രാത്രി ശിഷ്യന്മാരുടെ സകല ആശകളും നശിച്ചു. അവർ യഹൂദന്മാരെ ഭയപ്പെട്ട് ഒളിച്ചു കഴിയുകയായിരുന്നു. മാത്രവുമല്ല, യേശുവിൻ്റെ കല്ലറയ്ക്ക് കാവൽ ഏർപ്പെടുത്തിയിരുന്നു. ശിഷ്യന്മാർ ശ്രമിച്ചിരുന്നുവെങ്കിൽ തന്നെയും യേശുവിൻ്റെ ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോകുവാൻ കഴിയുമായിരുന്നില്ല. മാത്രവുമല്ല, അപ്രകാരം ചെയ്യുന്നവർക്കൊരിക്കലും അപ്പോസ്തോല പ്രവൃത്തികളുടെ ആരംഭത്തിൽ കാണുന്നത് പോലെ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് പ്രസംഗിക്കുവാനും കഴിയുമായിരുന്നില്ല. പലരെയും തടവിലാക്കി. യാക്കോബിനെ കൊന്നു. വ്യാജമെന്ന് വ്യക്തമായി അറിയാവുന്ന ഒന്നിനു വേണ്ടി മനുഷ്യർ ഇമ്മാതിരി ശിക്ഷകളും കഷ്ടതകളും അനുഭവിക്കുവാൻ ഒരുമ്പെടുകയില്ല. ക്രിസ്ത്യാനികൾ ഉപദ്രവികളായി കരുതപ്പെടുകയും അവരെ പീഡിപ്പിക്കുവാൻ അധികാരികൾ ഒരുങ്ങുകയും ചെയ്തപ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ ശരീരം മോഷ്ടിച്ചു എന്നതിൻ്റെ തെളിവിനായി എത്ര പണം വേണമെങ്കിലും കൊടുക്കുമായിരുന്നു. ക്രിസ്ത്യാനികളിൽ നിന്ന് തന്നെ യൂദയെപ്പോലൊരു ദ്രോഹിയെ കിട്ടുകയും ചെയ്യും. ഇക്കാരണങ്ങളാൽ ശിഷ്യന്മാരോ അനുയായികളോ യേശുവിൻ്റെ ശരീരം മോഷ്ടിച്ചു എന്ന് വിശ്വസിക്കുവാൻ സാധ്യവുമല്ല. ശത്രുക്കൾ യേശുവിൻ്റെ ശരീരം തട്ടിക്കൊണ്ടുപോകുവാനും സാധ്യതയില്ല. അപ്രകാരം ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യവും അവർക്കില്ല. യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കും എന്ന ഊഹത്തെപ്പോലും അമർച്ച ചെയ്യാൻ ഒരുങ്ങിയിരുന്ന അവർ പ്രസ്തുത ഊഹവ്യാപനത്തിന് സഹായകമായി യേശുവിൻ്റെ ശരീരം തട്ടിക്കൊണ്ടുപോകുമെന്ന് ചിന്തിക്കുവാൻ കൂടി കഴിയുകയില്ല. യേശുവിൻ്റെ കല്ലറയിലെ കാവലും അതിന് തടസ്സമാണ്.
പത്രോസും അപ്പോസ്തോലന്മാരും യേശുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ അത് നിഷേധിക്കുവാൻ വേണ്ടി തങ്ങൾ എടുത്തുകൊണ്ടുപോയ ശരീരം ശത്രുക്കൾ പൊതുജനസമക്ഷം പ്രദർശിപ്പിക്കുമായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് ശിഷ്യന്മാർ ചെയ്ത പ്രസംഗത്തെക്കാളും അർത്ഥവത്തും വാചാലവുമായിരുന്നു യഹൂദന്മാരുടെ മൗനം. യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ കൂടുതൽ തെളിവുകൾ വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് ചിന്തിക്കാം.